ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ കിടിലനായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആടിൻ്റെ തലച്ചോറ് തോരൻ, അതായത് മട്ടൻ്റെ ബ്രെയിൻ തോരൻ എന്നും ഇതിന് പറയപ്പെടാം. അതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലാതെയുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തലച്ചോറാണ്. ഈ ആടിൻ്റെ തലച്ചോറ് നന്നായിട്ട് തൈര് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. 2 ആടിൻ്റെ തലച്ചോറാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ചുമന്നുള്ളിക്ക് പകരം 2 സബോള ചെറുതായി കൊത്തിയരിഞ്ഞ് ഉപയോഗിക്കാം. പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, 1 മുറി തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മതി കേട്ടോ. കടുക്, ഓയിൽ, ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ആടിൻ്റെ തലച്ചോറ് തോരൻ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഒരു മിക്സ്ഡ് ജാറിലോട്ട് തേങ്ങ ചേർക്കാം. അതായത് 1 മുറി തേങ്ങ ചിരകിയത് ആ മിക്സ്ഡ് ജാറിലോട്ട് ചേർക്കാം. പിന്നീട് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും കൂടെ അതിലോട്ട് ചേർക്കാം, തേങ്ങയിലോട്ട് ചേർക്കാം. 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പിന്നീട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതൊന്ന് ചതഞ്ഞ് കിട്ടാനായിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരല്പം വെള്ളം ഒഴിച്ചാലേ നന്നായിട്ട് ചതഞ്ഞ് കിട്ടത്തുള്ളൂ. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ചു, അതിലോട്ട് ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായിട്ട് ചൂടാതിന് ശേഷം കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ ചുമന്നുള്ളിയും കരിവേപ്പിലയും കൂടെ ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം അല്ലേ. അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് ആടിൻ്റെ തലച്ചോറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മുട്ടയൊക്കെ ചിക്കിയല്ലേ, അതുപോലൊന്ന് ചിക്കി എടുക്കുക. ഓരോരുത്തരുടെ എരിവനുസരിച്ച് കുരുമുളക് പൊടിയുടെ സ്പൂണിൻ്റെ കണക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ആടിൻ്റെ തലച്ചോറൊന്ന് വെന്ത് കിട്ടണ്ടേ, അതിനായിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുക. വീണ്ടും ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. ഏകദേശം അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കുക. ഏകദേശം ഫുള്ള് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട്. ഒരു സെർവിങ് പാത്രത്തിലോട്ട് നമ്മുടെ ആടിൻ്റെ തലച്ചോറ് തോരൻ സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആടിൻ്റെ തലച്ചോറ് തോരൻ. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ബൈ, താങ്ക് യു.